Hi students, കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മാട്രിക്സിൽ ഫസ്റ്റ് ലോ ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ ആണ് നമ്മൾ ഫസ്റ്റ് എടുത്തത്. 3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഫസ്റ്റാണ് അസോസിയേറ്റീവ് ലോ, അത് കഴിഞ്ഞു. നെക്സ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞത്. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞാലും ഇതിലും എന്താണ് 3 മെട്രിക്സുകളുണ്ട്. 3 മെട്രിക്സ് എ ബി ആൻഡ് സി എന്ന 3 മെട്രിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അതേപോലെ എ പ്ലസ് ബി ഇൻറ്റു സി ഈക്വൽ ടു എ സി പ്ലസ് ബി സി വെനെവർ ബോത്ത് സൈഡ്സ് ഓഫ് ഇക്വാളിറ്റി ആർ ഡിഫൈൻസ്. അതായത് ഇപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു ആ ആൻസറും എ ബി പ്ലസ് എ സി എന്ന് പറഞ്ഞ ആൻസറും സെയിം തന്നെയായിരിക്കും, രണ്ട് ഈക്വലാണ്. നമ്മൾ അസോസിയേറ്റീവ് ലോയിൽ പറഞ്ഞു എ ബി ഇൻറ്റു സി ഈക്വൽ ടു എ ഇൻറ്റു ബി സി എന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി ആണ് എന്നാണ് പറയണത്. നമ്മുടെ എന്താ പറയുക, ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ഇപ്പോൾ 0 ആണ് ആൻസർ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയെങ്കിൽ അതേപോലെ തന്നെ എ ബി പ്ലസ് എ സി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്നുള്ള ആൻസർ കിട്ടും. അതാണ് എന്തെന്നാണ് ഈ ലോയുടെ പ്രകാരം. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുന്നത്. ദെൻ ഒരു പ്രോബ്ലം ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ദെൻ ക്വസ്റ്റ്യൻ എ ഈക്വൽ ടു മെട്രിക്സ് 1 8 4 5, ബി ഈക്വൽ ടു മെട്രിക്സ് 2 0 3 4 -2 1, സി ഈക്വൽ ടു 6 6 3 4 8 1. Then verify that a into b plus c equal to ab plus ac. നമുക്കത് വെരിഫൈ ചെയ്യണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം ഇത് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം എന്ത് ആൻസർ എന്ന് പറഞ്ഞിട്ട് എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കണ്ടുപിടിക്കാം. ആദ്യം എ ഇൻറ്റു ബി പ്ലസ് സി. അപ്പോൾ ശരിക്കും എങ്ങനെ വരിക? എ എന്ന് പറയുമ്പോൾ മെട്രിക്സ് 1 4 8 5 അല്ലേ, ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാ? 2 0 3 4 -2 1 പ്ലസ് മെട്രിക്സ് സി എന്ന് ഇത് എ, ഇത് ബി, സി എന്ന് പറയുമ്പോൾ 6 6 3 4 8 1 അല്ലേ? ഇങ്ങനെയാണല്ലോ വരിക. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. അതായത് ബി പ്ലസ് സി കണ്ടുപിടിക്കാം. ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ മെട്രിക്സ് ഓഫ് 2 0 3 4 -2 1 6 6 3 4 8 1. ഇത് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് പ്ലസ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. ആ കിട്ടുന്ന ആൻസർ കൊണ്ട് നമുക്ക് എ എന്ന് പറഞ്ഞ ആൻസർ ഇൻറ്റു ചെയ്യാം. ദാറ്റ് ഈസ് എന്താണ്? നമുക്ക് ആഡ് ചെയ്യാൻ അറിയാമല്ലോ അല്ലേ? 2 + 6 0 + 6 3 + 3 4 + 4 -2 1 + 8 1 + 1. Then we get 2 + 2 8 6 6 8 6 2. സോ ബി പ്ലസ് സി എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടി. എത്ര? 8 6 6 8 6 2 എന്നുള്ള ആൻസർ കിട്ടി. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ട് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറഞ്ഞത് എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അപ്പം നമ്മൾ ആദ്യത്തെ വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് ലോ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എ ഇൻറ്റു ബി പ്ലസ് സി ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണു? ബി പ്ലസ് സി, അതായത് ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്തു. അതായത് ബി എന്ന് പറഞ്ഞത് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ബി ഈക്വൽ ടു 2 0 3 4 -2 1 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സി എന്ന് പറഞ്ഞാൽ 6 6 3 4 8 1 മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം ബി പ്ലസ് സി. അപ്പോൾ 2 + 6 0 + 6
3 + 3 നമുക്കറിയാമല്ലോ, ആഡ് ചെയ്യാൻ അറിയാമല്ലോ. ദെൻ വി ഗെറ്റ് എന്താ ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ 8 6 നമുക്ക് കിട്ടി. ഇനി അടുത്തത് എന്താ, ഈ ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആൻസർ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ബി പ്ലസ് സി എന്ന് പറഞ്ഞ ആൻസർ കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്യണം, എ എന്ന് പറഞ്ഞ കാര്യം ഇൻറ്റു ചെയ്യണം. ദാറ്റ് മീൻസ് 1845 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ എ ഇൻറ്റു എന്താണ്, എ ഇൻറ്റു ബി പ്ലസ് സി അല്ലേ. സോ എ എന്ന് പറഞ്ഞത് എത്രയാണ്, 1845 ആണ് എന്തെന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞത് അല്ലേ. എ എന്ന് പറഞ്ഞത് 1845 എന്ന് പറഞ്ഞത്. ദെൻ ബി പ്ലസ് സി എന്ന് പറഞ്ഞതോ, ബി പ്ലസ് സി എന്ന് പറഞ്ഞത് എത്രയാ, 8 6 6 8 6 2. സോ എങ്ങനെ ഇൻറ്റു ചെയ്യാം, 1 ഇൻറ്റു 8 പ്ലസ് 8 ഇൻറ്റു 8, 1 ഇൻറ്റു 6 പ്ലസ് 8 ഇൻറ്റു 6, 1 ഇൻറ്റു 6 പ്ലസ് 8 ഇൻറ്റു 2 അല്ലേ. 4 ഇൻറ്റു 8 പ്ലസ് 5 ഇൻറ്റു 8, 4 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 6, 4 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 2. ദെൻ മെട്രിക്സ് 8 ഇൻറ്റു 1 ഇൻറ്റു 8 പ്ലസ് 8 ഇൻറ്റു 8 എന്ന് പറഞ്ഞത് എത്രയാണ് നമുക്ക് കിട്ടണത്, 8 പ്ലസ് 64, 1 ഇൻറ്റു 6 6 പ്ലസ് 8 ഇൻറ്റു 6 എന്ന് പറയുന്നത് 48, 1 ഇൻറ്റു 6 എന്ന് പറയുന്നത് എത്രയാണ് 6 പ്ലസ് 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16, 4 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32 പ്ലസ് 5 ഇൻറ്റു 8 40, 4 ഇൻറ്റു 6 24 പ്ലസ് 30, 5 ഇൻറ്റു 6, 4 ഇൻറ്റു 6 24 പ്ലസ് 10. ദെൻ നമുക്ക് എന്ത് കിട്ടി, 8 പ്ലസ് 64 എന്ന് പറഞ്ഞാൽ 72, 6 പ്ലസ് 48 54, 6 പ്ലസ് 16 22, 32 പ്ലസ് 40 എന്ന് പറയുന്നത് 72, 54 34, 24 പ്ലസ് 10 ഇത് കിട്ടി. എന്തത് എ ഇൻറ്റു ബി പ്ലസ് സി. നമുക്ക് എന്ത് കിട്ടി, ഈ ആൻസർ കിട്ടി അല്ലേ, എ ഇൻറ്റു ബി പ്ലസ് സി. കഴിഞ്ഞില്ല, ഇനി അടുത്തത് എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എ ബി കാണണം പ്ലസ് എ സി കാണണം. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, എ ഇൻറ്റു ബി ആണല്ലോ. അപ്പോൾ എ എന്ന് പറഞ്ഞത് എത്രയാണ്, 1845 അല്ലേ. എ എന്ന് പറഞ്ഞത് 1845. ബി എന്ന് പറയുന്നത് എത്രയാ, ഇൻറ്റു ബി എന്ന് പറയുന്നത് എത്രയാ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 ബി എന്ന് പറയുന്നത് എത്രയാ, 2 0 3 4 82 1 അല്ലേ, ഇതാണല്ലോ. അപ്പോൾ എ ഇൻറ്റു ബി ആണ്. ദെൻ മാട്രിക്സ് 1 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 4, 1 ഇൻറ്റു 0 പ്ലസ് 8 ഇൻറ്റു -2, 1 ഇൻറ്റു 3 പ്ലസ് 8 ഇൻറ്റു 1, 4 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 4, ദെൻ 4 ഇൻറ്റു 0 പ്ലസ് 5 ഇൻറ്റു -2, 4 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 1. മീൻസ് അതിന് ഡയറക്റ്റായിട്ട് ആൻസർ ചെയ്യുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഇതാണ് എത്രയാണ് കിട്ടുകയെന്ന് വെച്ചാൽ 34 -16 11 28 -10 17
ഇത് എന്ത് കിട്ടി? എ ബി എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് കിട്ടി. അടുത്തത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ സി കാണണം. ഇതേപോലെ എ സിയും കാണണം. നമ്മളിപ്പോൾ എ ബി അല്ലേ കണ്ടുപിടിച്ചത്, അതേപോലെ തന്നെ എ സിയും കാണണം. എ സി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 1 8 4 5 ആണെന്ന്. സി എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് 6 6 3 4 8 1 നമുക്ക് എന്ത് സി എന്നുള്ളത് ക്വസ്റ്റ്യനിലും തന്നിട്ടുണ്ട് എയിലോ. സോ നമ്മൾ എ സി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു സി ആണെന്നോ അതോ ഓർത്ത് വെക്കാനായിട്ട് അറിയാമല്ലോ, നമുക്ക് മാത്സ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ട് എന്താണ് എ ഇൻറ്റു സി ആണ് വരേണ്ടത്. സേ ദെൻ മെട്രിക്സ് ഓഫ് 1 ഇൻറ്റു 6 പ്ലസ് 8 ഇൻറ്റു 4 1 ഇൻറ്റു 6 പ്ലസ് 8 ഇൻറ്റു 8 1 ഇൻറ്റു 3 പ്ലസ് 8 ഇൻറ്റു 1. അറിയാമല്ലോ, ചെയ്യാനേ നിങ്ങൾക്ക് അറിയാമല്ലോ. മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചാൽ തന്നെയാണ് ഈ ഡിസ്ക്രിപ്റ്റീവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. 4 ഇൻറ്റു 4 പ്ലസ് 4 ഇൻറ്റു 6 പ്ലസ് 4 ഇൻറ്റു 4 4 ഇൻറ്റു 6 പ്ലസ് 5 ഇൻറ്റു 8 4 ഇൻറ്റു 3 പ്ലസ് 5 ഇൻറ്റു 1. എന്നിട്ട് നമുക്ക് മൊത്തം കിട്ടിയ എത്രയാണെന്ന് വെച്ചാൽ എത്ര കിട്ടി? 38 70 11 44 64 70. അപ്പോൾ നമുക്ക് എന്ത് എ ബി പ്ലസ് എ സി എന്നാണല്ലോ. സോ എ ബി എന്ന് പറഞ്ഞത് എത്ര കിട്ടി നമുക്ക്? 34 -16 11 28 -10 17 പ്ലസ് എ സി എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയേ? 38 70 11. മാത്സ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് വളരെയധികം എളുപ്പമായിരിക്കും. 44 64 70 നമ്മൾ പ്ലസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്ലസ് ചെയ്യുക എങ്ങനെയാണ്? 34 പ്ലസ് 38 -16 പ്ലസ് 70 11 പ്ലസ് 11 then 28 plus 44 -10 plus 64 17 plus 17. Then we get 34 plus 38 എത്ര കിട്ടി? 72 -16 plus 70 54 11 plus 11 22 28 plus 44 എത്ര കിട്ടി? 72 -10 minus 16 54 17 plus 17 34. ഇതാണ് എന്ത് എ പ്ലസ് ബി. ആ ആൻസർ തന്നെയല്ലേ ഇവിടെയും കിട്ടിയേക്കണത്. എ ഇൻറ്റു ബി പ്ലസ് സി 72 54 22 72 54 34. അതുതന്നെയല്ലേ കിട്ടിയത് 72 54 22 72 54 34. അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്യാം. ഇതുണ്ടോ, ഇത് എന്താ എ ബി പ്ലസ് ബി സി എ സി. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാം. നമ്മുടെ ലോ പ്രകാരം എന്താണ്? ലോ പ്രകാരം എന്താണ്? എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി. അപ്പോൾ എ ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറഞ്ഞത് 72 54 22 72 54 34. ആ ആൻസറും അതേപോലെ തന്നെ എ ബി പ്ലസ് എ സി കിട്ടുമ്പോഴും ഈ ആൻസർ കിട്ടുന്നുണ്ടോ? സോ നമ്മളുടെ ലോ പ്രകാരം എന്താണ്? സോ നമുക്ക് എഴുതാം. ഹെൻസ് എന്താണ്? എ ഇൻറ്റു ബി പ്ലസ് സി ഈക്വൽ ടു എ ബി പ്ലസ് എ സി എന്ന് നമുക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു അല്ലേ? എ ബി ഇൻറ്റു ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 72 54 22. അതേപോലെ തന്നെ എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞത് കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഈ ലോ എന്താണ് കറക്റ്റാണെന്ന് പറയാൻ പറ്റും. താങ്ക് യു.